പോകുന്നവരെ വിളിക്ക്. ഒന്ന് നിന്നേ. 40 ഷുഗർ പേഷ്യൻസേ വന്നിട്ടുണ്ട്. ഇനിയും കുറെ പേര് വേണം, എന്നാലേ ടാർഗറ്റ് തികയത്തുള്ളൂ. ഹലോ, വാസു പറഞ്ഞേക്കടാ, നിനക്ക് വേണ്ടി ആരുടെ അടുത്ത് വേണമെങ്കിലും എന്തോ ഒരു വഴക്കുണ്ടെങ്കിലും മേടിച്ചോളാം. ഹോസ്പിറ്റല് വേണ്ടടാ. പേടിച്ച് ചാവലേ മഹാദേവ. ഈ ഹോസ്പിറ്റലിൽ സൂചിയൊന്നും കുത്തത്തില്ല. എന്ത് പേടി? ഇഞ്ചക്ഷൻ ഇല്ലല്ലോ അല്ലേ? എന്താ ഇത്? പേഷ്യന്റ് ഇത്ര ഇഞ്ചുറി ആയിട്ട് നടത്തി കൊണ്ടുവന്നിട്ടാണോ? കുറച്ചിന് വിവരമുണ്ടോ? ഇതാണോ ഉദ്ദേശിച്ചത്? ഇരിക്കും സാർ ആദ്യം. അതെ, ഒരു മിനിറ്റ്. എന്താ പ്രശ്നം ചോദിച്ചിട്ട് പോകാം. വാസു, നിങ്ങൾ പോയി അഡ്മിഷൻ എടുത്തിട്ടോ, ഞാൻ ഇത് നോക്കിക്കോളാം. അഡ്മിഷൻ ഇടണം. കോൾ ദാറ്റ് നമ്പർ ടു രജിസ്റ്റർ പേഷ്യന്റ് ഡീറ്റെയിൽസ്. നമ്പറോ? പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആ സിസ്റ്റം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ടാ സർ. സർ ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ സർ? BP ചെക്ക് ചെയ്യണോ സർ? ചെക്ക് ചെയ്തോട്ടെ സർ. താങ്ക് യു സർ. എന്താ സാർ ഇത് 120 എന്ന് കാണിക്കുന്നു? 120 നോർമൽ അല്ലേ? എന്താ സാർ ഇത്? ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? ശരി സാർ, ഒരു കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഈ ഓഫർ നോക്കിയേ, 2500 സർ. കംപ്ലീറ്റ് ചെക്കപ്പ് സർ. എല്ലാം തന്നെ ക്യൂർ ആയിട്ട് സോൾവ് ചെയ്യാൻ സാർ. നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ. ഞാൻ വെറും ഒരു അറ്റൻഡറാ. അറ്റൻഡർ ആണോ? അത് സാരല്ലോ സാർ. അറ്റൻഡർ ആണെങ്കിലും പ്രശ്നങ്ങളുണ്ടാവല്ലോ. ഈ 799 പാക്കേജ് ഉണ്ട് സാർ. ഇത് എടുക്കുകയാണെങ്കിൽ പാക്കേജ് ഉണ്ട് സാർ. കാർഡ് വാങ്ങിട്ട് പോകും സാർ. തൊപ്പി വെച്ചവരൊക്കെ ഡോക്ടറാണോ? നീ ആരോടാ പോയി ചോദിച്ചത്? സർ, പേഷ്യന്റ് ഒരു MRI സ്കാൻ എടുക്കണം. പെട്ടെന്ന് എടുത്തോണ്ട് വാ സർ. ആ ചെറിയൊരു മുറിവിനോ? ചെറുതോ വലുതോ പറഞ്ഞത് മാത്രം ചെയ്യ് സർ. പോ. നിങ്ങളുടെ പേരെന്താ സർ? വാസുദേവൻ. വാസുദേവൻ MBBS FRCS? സാർ കണ്ടുപിടിച്ചു. MBBS ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ട് FRCS കേംബ്രിഡ്ജിൽ പഠിച്ചിട്ട് MDA കാലിഫോർണിയയിൽ ചെയ്ത് കറക്റ്റ് അല്ലേ? ഡോക്ടർ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെയൊക്കെ കാശ് കൊടുത്ത് ഞാൻ പഠിച്ചതോ അതോ നീ പഠിച്ചതോ? പോയി പറഞ്ഞ പഠിച്ചേ. പോ സാർ. ബ്ലഡി ക്ലിനിക്കൽ ആന്റിബോഡീസ്. ICU ആരാടാ അത്? സിസ്റ്റർ, ഇപ്പന്റെ ചേട്ടൻ എങ്ങനെയുണ്ട്? എനിക്ക് കൂട്ടിക്കൊണ്ട് പോവോ? റൂം നമ്പർ 302 പോയി കണ്ടോളൂ. തല മുറിഞ്ഞിട്ട് എന്തിനാ എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്നത്? പുതിയ ഓഫറാണ് സാർ. ഡോ, എന്റെ ചേട്ടൻ എന്തിനാ ICUയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത്? ഓയിൽ മസാജ് ചെയ്യാൻ. അവന്റെ പേട്ട് തലയും. ഈ ട്രീറ്റ്മെന്റ് ആടോ, കൈയെടുത്ത് മാറ്റോ പന്നെ. എന്താ അവൻ പറയുന്നേ? സാറേ, എന്തിനാണ് ചേട്ടൻ ICU വെച്ചേക്കുന്നത്? ചോദ്യം ചോദിക്കുവാ അവൻ. കണ്ടില്ലേ സർ? ഓവർ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്താ? അല്ല ചേട്ടൻ. പിടിക്കേ പോയി ചെയ്യേ. നീയല്ലേ കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് പാസ്സായത്. പോയി ട്രീറ്റ്മെന്റ് ചെയ്യ് ഡോക്ടർ. നിന്നെ കണ്ടിട്ട് എനിക്ക് ഡോക്ടറാണെന്ന് സംശയമുണ്ട്. നന്നായിട്ടിരുന്ന മനുഷ്യനെ എന്ത് ചെയ്തിരിക്കുമെന്ന് നോക്കിക്കേ. ഇപ്പൊ തോന്നുന്നുണ്ടോ? ചേട്ടൻ ക്രിട്ടിക്കലാണ് സർ. ICUയിൽ അഡ്മിറ്റ് ആക്കാനായിട്ട് എന്ത് ക്രിട്ടിക്കല്? അയ്യോ സർ, നിങ്ങളുടെ ചേട്ടന് ബ്ലഡ് ക്ലോട്ട് ആയി, ഹാർട്ടിന്റെ പമ്പിംഗ് കപ്പാസിറ്റി ലോ ആയി, അതിന്റെ പ്രഷർ ലോ ആയി, ശ്വാസം കിട്ടാതെ കിടക്കുകയാണ് സർ. അവരുടെ ബ്ലഡ് വരെ റെയർ ഗ്രൂപ്പ് ആണ് സർ. വേഗം ഓപ്പറേഷൻ ചെയ്യണം. മനസ്സിലാക്കാത്തത്? നിങ്ങൾ പറഞ്ഞ് ചേട്ടന്റെ ജീവൻ യമന്റെ കയ്യിൽ കൊടുത്തോണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. എന്താ ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ ഞാൻ ഇങ്ങനെ പറയട്ടെ ബ്രദർ, നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ചേട്ടന്റെ ജീവൻ യമൻ എടുത്തോണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഈസ് ദിസ് ഓക്കേ?
എന്താ സിസ്റ്ററെ, വട്ടാണ് ഇയാൾക്ക്? ഞങ്ങളുടെ ഡോക്ടർ തന്നെ ഒരു ട്രീറ്റ്മെന്റിലാണ് സർ. തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ ആ സൈഡിൽ പോയി നിക്ക്. പോകൂ സർ, ഞാൻ പോയി ബില്ല് എടുത്തിട്ട് വരാം. സിസ്റ്റർ, വാട്ട് ഈസ് ഗോയിങ് ഓൺ? ഇദ്ദേഹം വന്ന് എത്ര നേരമായി? എന്താണ് അഡ്മിറ്റ് ചെയ്യാത്തെ? ചെയ്യാം സർ, അഡ്മിഷൻ എടുക്കാൻ ഗുളിക പറഞ്ഞിട്ടുണ്ട്. കൊടുത്ത് കാലിയാക്കിട്ട് ഇയാളെ അകത്ത് കയറ്റിയോ? ഓക്കെ സർ, ഇപ്പൊ തന്നെ ചെയ്യാം സർ. നമുക്കൊരു തൊഴിൽ ധർമ്മമാണ് സിസ്റ്റർ. ദിസ് Okay, ഈസ് sir. നരക ഹോസ്പിറ്റൽ. യു ആർ എ നഴ്സ് ആൻഡ് ഐ ആം എ ഡോക്ടർ. ആ ഡോക്ടറിനെ കാണാനേ വയറ്റാവളിനെ പോലെ ഉണ്ട്. അവൻ്റെ അടുത്ത് എന്തിനാ പോയി സംസാരിക്കുന്നത്? പിന്നെ വേറെ എവിടെയെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് എന്ത് ചെയ്യും? കുറച്ചൊന്നും മിണ്ടായിരിക്കടാ. ഡോക്ടറെ, എന്തായി? ഓപ്പറേഷൻ നന്നായി കഴിഞ്ഞു. അതോടെ നിങ്ങളുടെ ചേട്ടൻ തീർന്നു. കുറച്ച് പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യായിരുന്നല്ലേ? നീയൊക്കെ ഒരു അനിയനാണോ? ആ പാവ ചേട്ടനെ കൊന്നില്ലേ? കൊലയാളി 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 എന്നല്ലേ പറഞ്ഞേ? ഡോക്ടർ അങ്ങനെ കടമയല്ലേ ചെയ്തേ? വന്നേ, ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. മഹാദേവനുള്ളവർക്ക് അവന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇനി വാസുവിന്റെ കാര്യം അത്രേ ഉള്ളൂ. മഹാദേവൻ എന്താ ചെറിയ പയ്യനാണോ? നല്ല 35 വയസ്സ് വരെ ആനന്ദിച്ച് അനുഭവിച്ചിട്ടല്ലേ പോയത്. അച്ഛൻ പറഞ്ഞ കറക്റ്റ് അല്ലടാ. ചേട്ടൻ ചെറിയ പയ്യനാണ്. സമയമായി, ചേട്ടൻ പോയി. ചുമ്മാ കരഞ്ഞോണ്ടിരിക്കുന്നേ. സന്തോഷമായിട്ട് പറഞ്ഞു വിട്. എടാ, ചെയ്യേണ്ട കാര്യം ചെയ്യടാ. അടിയിടാ താളമേള. കല്യാണം കേക്കടാ. ഇത്രയും പ്രായമല്ലേടാ. ഞാൻ കല്യാണം കഴിച്ചിട്ട് പോയാ നീ കൊണ്ടുവരുന്ന പ്രശ്നം ആര് നോക്കാനാ? ആദ്യം നീ കല്യാണം കഴിച്ചിട്ട് ഈ ജനങ്ങളോടൊപ്പം നല്ലപോലെ ജീവിക്കാൻ നോക്കും. എന്നാലേ എന്നെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകാത്തത്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും യൂട്യൂബ് കണ്ട് ശരിയാക്കിയേക്കും. എൻ്റെ ഭാര്യയുടെ പ്രസവത്തിനെ ബാത്ത് ടബിൽ പ്രസവം നോക്കാമെന്ന് വിചാരിക്കുന്നു. എന്തു പറയുന്നു? ശരി, നിങ്ങൾ കിടന്നുറങ്ങിക്കോളൂ. ഞാൻ എപ്പോഴും പോലെ കാഴ്ച കാണട്ടെ. എൻ്റെ കഥ കേട്ട് വിഷമമായ കള്ളനെ എൻ്റെ പേഴ്സുമായിട്ടാണ് പോയത്. വാസു, ചേട്ടനെ കാണാൻ വരാഞ്ഞതിൽ എന്നോടൊന്നും തോന്നരുത് കേട്ടോ. വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. കുഴപ്പമില്ല മാമ, നിങ്ങൾ വന്നിരുന്നെങ്കിൽ അവൻ ജീവനോട് തിരിച്ചു വരുമായിരുന്നു. അയാൾ അവസാനമായിട്ട് എന്നോട് സംസാരിച്ചത് നിന്റെ കല്യാണത്തെ പറ്റിയായിരുന്നു. ഭയങ്കര സ്നേഹമുള്ള ആളാ. നീ എന്ന് പറഞ്ഞവന് ജീവനായിരുന്നു. അയ്യോ, എന്തു പറ്റി? ഒന്നുമില്ല. നോക്കിയിരുന്ന് കളിക്കേ. അല്ല, റോക്കി എന്തുവാ ചെയ്യുന്നത് മാമ? അതൊന്നും പറയണ്ട വാസു. അത് ഈ ഓൺലൈൻ കാശെടുപ്പൊക്കെ ഇല്ലേ, അതിൽ ഇവൻ വലിയ എക്സ്പേർട്ടാ. ഇവനെ പിടിച്ച കിട്ടുകയല്ല. വീട്ടിൽ വരെ ചുമ്മാ ഇരിക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ കൊടുത്തതാ. അവന്റെ കഴിവുകൊണ്ട് കുറച്ച് കാശ് കിട്ടിയാൽ വളരെ നല്ല കാര്യമല്ലേ. ശരി, അതൊക്കെ പോട്ടെ. നീ നാട്ടിൽ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? സാമൂഹിക സേവകനാണ് മാമ. നീ ആള് കൊള്ളാലോ. ചെറുപ്പത്തിൽ ഞാനും ഈ പണി കൊണ്ട് നടന്നുകൊണ്ടാ രക്ഷപ്പെടാതെ പോയത്. ഇപ്പോഴാ ചെറിയ തട്ടിപ്പും തരടൊക്കെ നടത്തി ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിയത്. നീയാണെങ്കിൽ നേരെ തിരിച്ചും. ശരി. അല്ല, പച്ച കുത്തിയിട്ടുണ്ടല്ലോ, ആരാത്? ഇതോ? ഇതാരാണെന്നാണ് നീ ചോദിച്ചേ? ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറയേണ്ടതുണ്ട്. എന്റെ റോൾ മോഡലാടാ. പേര് വായിച്ചില്ലേ? ഗോവർദ്ധൻ.
മാമ പോലീസ്. ആ ഞാൻ കണ്ടു, നീ പേടിക്കണ്ട. വാ 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 വണ്ടി എടുത്ത്. നമസ്കാരമാണ് സാറേ. തന്നെ എന്നാ കാണാൻ വിളിച്ചാണോ? പോയി ആർസി ബുക്ക് ലൈസൻസ് എടുത്തോണ്ട് വാ. റോക്കി, ആദ്യം പേഴ്സ് എടുക്ക്, പേഴ്സ് ചെയ്ത് പണം എടുക്ക്. അത് തെളിഞ്ഞില്ലെങ്കിൽ ATM കാർഡും എടുക്ക്. ഹ, നിനക്ക് മനസ്സിലായില്ലേ? ഇടയിൽ നിന്റെ അപ്പം വിട്ടുകാരുടെ വണ്ടി പോലെയാ ഇത്. സാറിന് അപ്പം വിട്ടുകാരുടെ റോഡ്. ഈ റോഡിൽ കൂടി പോണെങ്കിൽ കാശ് കൊടുക്കണം. പോയി എടുത്തോണ്ട് വാടാ, പെട്ടെന്നാവട്ടെ. എത്ര സമയമാടോ? പോയി പെട്ടെന്ന് എടുത്തോണ്ട് വാടോ. പയ്യനല്ലേ സാറേ, മനസ്സിലാവണ്ടേ? ഇതൊക്കെ നിനക്ക് സ്കൂളിൽ പറഞ്ഞു തരില്ലടാ. സാർ ദേഷ്യപ്പെടുന്നുണ്ടല്ലേ? എടുത്തു വാടോ ആദ്യം. ഗോവർദ്ധൻ, സാറേ 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 മോനെ മോനെ സാറേ. അതാണോ ഗോവർദ്ധൻ? ആ അതെ ഗോവർദ്ധൻ. തല ചുറ്റുന്നു മോനെ. എന്തെങ്കിലും കഴിച്ചിട്ട് കൊറേ ദിവസമായി. നിന്നെ വണ്ടി കണ്ടോടനെ ഞാൻ ഓടി വന്നതാ മോനെ. എന്തെങ്കിലും താ മോനെ. നിക്കമ്മേ. വക്കീലെ, ചിലർ എന്തേലും ഉണ്ടോ? ദേ ഇപ്പൊ തരാം. ഇതാ വെച്ചോളൂ. തൃപ്തിയായോ അമ്മേ? നിങ്ങൾക്ക് തൃപ്തിയായില്ലേ? അല്ല മാമ, നിങ്ങളുടെ ഗോവർദ്ധനെ കണ്ടിട്ട് നല്ലവനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അറിയാത്ത കാര്യങ്ങൾ പറയില്ലേ മോനെ. ഞാൻ അവനെ 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയാണ്. എങ്ങനെയുണ്ട്? അമ്മയാണോ മാമ? എന്റെ സാറേ, നല്ലത് വരട്ടെ.